നമസ്കാരം. കുമാറെ, BJP വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തുന്നു. ഈ വിജയത്തെ തുടർന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു 45 ദിവസത്തിനകം പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്ന്. വാക്ക് പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി 27ാമത്തെ ദിവസം തലസ്ഥാനത്തെത്തി. ഇന്നലെ അദ്ദേഹം തലസ്ഥാനവാസികളോട് നന്ദി പറഞ്ഞു. ഒപ്പം മേയർ ഉൾപ്പെടെയുള്ളവരെ അഭിനന്ദിച്ചു. അപ്പോൾ ഈ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചത് BJPയുടെ നഗരസഭാ വിജയത്തിന് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത, ഇന്നലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഈ നഗരത്തിലുടനീളം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകൾക്കും മറ്റും ഇപ്പോൾ BJPക്കെതിരെ പിഴയിട്ടു. അതും കോർപ്പറേഷൻ പിഴയിട്ടു എന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്കൊരു സംശയമുണ്ട്, അത് എങ്ങനെയാണ് കാര്യം? BJPയാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിക്കുന്നത്. അപ്പോൾ BJPയുടെ പരിപാടിക്കെതിരെ BJP തന്നെ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള സംശയമാണ് പരക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? അല്ല, ഈ സത്യത്തിൽ ഇതൊരു ഈ ഫ്ലെക്സ് ബോർഡുകൾ പൊതുസ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല എന്നുള്ളതൊരു ഹൈക്കോടതി വിധിയാണ്. അതെ, ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയതും അതുമായി ബന്ധപ്പെട്ട് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം, അവർക്ക് പിഴയടക്കം കൊടുത്തുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കേണ്ടത് അതത് തദ്ദേശ സ്ഥാപനങ്ങളാണ് എന്നും ഹൈക്കോടതി ആവർത്തിച്ച് വിധി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫ്ലെക്സ് ബോർഡുകളെല്ലാം നീക്കം ചെയ്യുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് നടപടി എടുക്കേണ്ടത് നഗരസഭയായി മാറുകയും ചെയ്തു. ഇത് സത്യത്തിലൊരു പരിധിവരെ ജനോപകാരപ്രദമാണ്. കാരണം ഫ്ലെക്സ് ബോർഡുകൾ ഉപദ്രവകരമായി മാറുന്ന സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും വാഹനങ്ങൾ തമ്മിൽ കാണാൻ കഴിയാത്ത കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായി. കാൽനട യാത്രക്കാർക്ക് വാഹനങ്ങളുടെ വരവ് കാണാത്ത രീതിയിലുള്ള റോഡ് മുറിച്ച് കടക്കുന്നവർക്കും അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് പോലും വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയുള്ള പല ഫ്ലെക്സ് ബോർഡുകളും ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ശല്യം ഒഴിവായി എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മറ്റ് പല സംഘടനകളുടെയൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ, പൊതുപരിപാടികൾ നടക്കുമ്പോൾ, വൻ ജനപങ്കാളിത്തത്തോടു കൂടി നടക്കുന്ന പരിപാടികൾ, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പോലെയുള്ള പരിപാടികൾ, ആ പരിപാടികളിൽ ഈ ഇത്തരത്തിലുള്ള പ്രചരണ സാമഗ്രികൾ ഒഴിവാക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഈ ചെറിയ രീതിയിൽ ഒരു ഫീസ് ഈടാക്കിക്കൊണ്ട് ഒരു നിശ്ചിത സമയത്തേക്ക് ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാൻ അനുമതി കൊടുക്കുന്ന കാര്യം നിയമനിർമ്മാണം അടക്കം പരിഗണിക്കും എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആ ഘട്ടത്തിൽ പറഞ്ഞതുമാണ്. ഈ വിധി വന്ന സമയത്തൊക്കെ പറഞ്ഞതുമാണ്. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായി എന്നറിയില്ല. അത് കൂടുതൽ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് BJPക്ക് മാത്രം പിഴ കിട്ടിയതല്ല. ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിനിടയിൽ സംഘടനകൾക്കും ഒക്കെ പിഴ കിട്ടിയിട്ടുണ്ട്. പലരുടെയും ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നഗരസഭ ഭരിക്കുമ്പോൾ CPIMൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെ ഒക്കെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പിഴയിട്ടിട്ടുമുണ്ട്. അതൊന്നും വാർത്തയാകുന്നില്ല. പക്ഷേ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾക്ക് കോർപ്പറേഷൻ പിഴയിട്ടു എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇങ്ങനെ ഒരു നിയമപ്രശ്നമാണ് അവിടെ ഉള്ളത്. ആ സാഹചര്യത്തിലാണ് പിഴ വരുന്നത്. ഇവിടെ BJP ഭരിക്കുന്നു, BJPക്ക് പിഴയിടുന്നു, BJPക്ക് പിഴയിട്ട് BJP എന്ന രീതിയിലുള്ള വാർത്ത. അത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നത്, അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് പലർക്കും വലിയ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നിന്നല്ല, കേരളത്തിൽ സംഘടിപ്പിക്കാൻ ഇന്നത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് വന്നാൽ പോലും ഇത്ര ഒരു വലിയൊരു പരിപാടിയായും അത് മാറും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രധാനമന്ത്രി. അദ്ദേഹമാണ് ഇന്നലെ തിരുവനന്തപുരം സന്ദർശിച്ചത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളുണ്ട്. അത് വെറുമൊരു സന്ദർശനമായിരുന്നില്ല എന്നുള്ളതാണ്. അതിനോടൊപ്പം റോഡ് ഷോ നടക്കുന്നു. അതെ, അദ്ദേഹം ജനങ്ങളെ നേരിട്ട് നന്ദി പറയുന്നു, കൈവീശി നന്ദി പറയുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. ഒപ്പം ഈ പറഞ്ഞ പുത്രിക്കണ്ടത്ത് പാർട്ടിയുടെ വലിയ പരിപാടിയിൽ അദ്ദേഹം മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷിനെ മാറോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ഒപ്പം പാർട്ടിയുടെ വികസന നയങ്ങളെക്കുറിച്ച് എണ്ണി പറയുന്നു. ഒപ്പം രാഷ്ട്രീയ പ്രതിയോഗികളെ എങ്ങനെ നേരിടുമെന്ന് പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെ BJP അധികാരത്തിലെത്തിയാൽ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു. ഇതൊക്കെ കേൾക്കുന്നവരുടെ ഉള്ളിൽ ഒരല്പം
ഈ പറയുന്നതുപോലെ അലോസരം ഉണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെയാണ്, ഇല്ലേ കുമാറെ? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ എതിരാളികളുടെ ഇടയിൽ വലിയ വിഷയങ്ങൾ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വാർത്തകളൊക്കെ വരുന്നത്. പ്രധാനമന്ത്രിയുടെ വേദിയിൽ പ്രധാനമന്ത്രി കെ സുരേന്ദ്രന് കൈകൊടുത്തില്ല എന്ന രീതിയിൽ ആ പരിപാടി കഴിഞ്ഞ് മിനിറ്റുകൾക്കകം രാജ്യത്തെ ശ്രീലേഖയെ മൈൻഡ് ചെയ്തില്ല, ശ്രീലേഖ പ്രധാനമന്ത്രിയെ മൈൻഡ് ചെയ്തില്ല. അത് ശ്രീലേഖയുടെ ഒരു അതൃപ്തിയായിട്ടൊക്കെ ചിത്രീകരിച്ചു കൊണ്ടൊക്കെയാണ് ഈ രാഷ്ട്രീയ അതിർത്തി പ്രധാനമന്ത്രിയോട് എന്തിനു കാണിക്കണം എന്ന ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പ്രചരണം, അതിന് അവർ തീർച്ചയായിട്ടും അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കി അവർ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു പരിപാടിയുടെ ആ ഒരു ശോഭ കുറയ്ക്കാനായി പലതരത്തിലുള്ള വാർത്തകൾ ചമച്ചു വിടുന്നുണ്ട്. ചില വാർത്തകൾ അത് വല്ലാത്ത ഹൈപ്പും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ പിഴ മാത്രമല്ല, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനെതിരെ കേസെടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. അത് ഫ്ലെക്സ് ബോർഡുകൾ ഈ നടപ്പാത മറച്ചുകൊണ്ട് നടപ്പാതയിൽ ബ്ലോക്കാക്കി കൊണ്ടുവച്ചു എന്ന രീതിയിൽ അത് വ്യാപകമായ പ്രചരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിയമപരമായ ഒരു പ്രശ്നം മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരിടുന്നതാണ്. നാളെ ഇനി CPIM-ന്റെ പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടന്നാൽ അതിന് ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടാവില്ലെന്നാണോ പറയുന്നത്? അപ്പോൾ അതിനും കോർപ്പറേഷൻ പിഴയിടേണ്ടി വരും. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാര്യം BJP-യുടെ പരിപാടിക്ക് BJP തന്നെ പിഴയിട്ടു. അപ്പോൾ അതൊരു ലോക്കാണ്. അതൊരു പരിധിവരെ ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. അതുകൊണ്ട് ഇനി ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ നടത്തിയാൽ അത് ഇനി പ്രശ്നത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രായോഗിക വശങ്ങൾ കൊണ്ടുവരാനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു പ്രശ്ന പരിഹാരം അതൊരു നല്ലൊരു പരിഹാരമായിരുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ പരിപാടി നടത്താൻ ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ അതിന് തൊട്ടുതലേ 24 മണിക്കൂറോ 48 മണിക്കൂറോ ഫ്ലക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇന്ന പ്രദേശം മുതൽ ഇന്ന പ്രദേശം വരെ വയ്ക്കാനുള്ള അനുമതി അത് നഗരസഭ തന്നെ കൊടുക്കുകയും ആ അനുമതിക്ക് ചെറിയൊരു ഫീസ് വാങ്ങുകയും ചെയ്യുക എന്നൊരു നല്ല നിർദ്ദേശമാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ നിർദ്ദേശം മുന്നോട്ട് പോയില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. BJP പോലും ഈ നിയമലംഘനത്തിന് BJP ഭരിക്കുന്ന നഗരസഭ BJPക്ക് പോലും പിഴയിടുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാക്കുന്നത് അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇനിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടന്നാലും ഇനി നഗരസഭയുടെ ഫൈൻ വരും എന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. അത് ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. നിയമനിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളുമൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനമാണ്. നഗരസഭ മാത്രം എടുക്കേണ്ട തീരുമാനവുമല്ല. ഇതിന് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് തദ്ദേശ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ വാർത്തയ്ക്ക് അനാവശ്യമായ പ്രചാരണം കൊടുത്ത് ഈ വാർത്തയെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം മോദി വന്നതിൽ വലിയ അസ്വസ്ഥത രോഗം പിടിപെട്ട ആളുകൾക്കാണ്. എന്തായാലും മാതൃകാപരമായ ഒരു സമീപനം തന്നെയാണ് ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ അല്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ ഒരു കാര്യത്തിൽ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് വേണം കരുതാൻ. കാര്യം പാർട്ടിയെ അല്ലെങ്കിൽ പാർട്ടി പരിപാടിയെ മറ്റൊന്നായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അതിൻ്റേതായ രീതിയിലൂടെയും കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഈ വാർത്ത വെച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, മേയർ VV രാജേഷിനെതിരായിട്ടുള്ള ഒരു പ്രചരണമുണ്ട്. രണ്ട്, കരമന ജയനെതിരായിട്ടുള്ള പ്രചരണമുണ്ട്. അദ്ദേഹത്തിനെതിരെ വന്ന കേസ് കരമന ജയനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. കാരണം അദ്ദേഹം ജില്ലാ അധ്യക്ഷനായിരിക്കുമ്പോഴാണ് ഈ വലിയ നേട്ടം, ഈ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ അവിടുത്തെ പാർട്ടി പ്രസിഡന്റിന് നേരെയും ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നു. അദ്ദേഹത്തിനെതിരെയും കേസും കാര്യങ്ങളുമൊക്കെ വന്നതാണ്. അതുപോലെ ആ മാതൃകയിൽ തന്നെ രാഷ്ട്രീയമായ ചില വിഷയങ്ങൾ ഇവിടെ ഉദിക്കുന്നുണ്ട്. കരമന ജയനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കേസടക്കം. ഇതിനു മുമ്പ് ആദ്യമായിട്ടല്ലോ തിരുവനന്തപുരം നഗരത്തിൽ ഒരു ഫ്ലെക്സ് വരുന്നത്. ഫ്ലെക്സുകൾ കൊണ്ട് അമ്മാനമാടിയിരുന്നു. മുഖ്യമന്ത്രിയുടെയും മരുമകന്റെയും തലവെച്ച ഫ്ലെക്സുകൾ നഗരത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. PR വർക്കിന്റെ അങ്ങേയറ്റമായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നതിന് ശേഷം ഇന്നും തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരം ഫ്ലെക്സ് ബോർഡുകൾ കാണാം. അപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെ മാത്രം കേസ് വരിക എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. എന്തായാലും പുതിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ, വലിയ നേട്ടങ്ങളുണ്ടാകുമ്പോൾ അതിൽ ചില ദൃഷ്ടിദോഷങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അത്തരത്തിൽ ഒരു ദൃഷ്ടിദോഷമായി ഇതിനെ കണ്ടാൽ മതി എന്നുള്ളതാണ് അല്ലേ? അതെ. നമസ്കാരം.